ഫോട്ടോയിൽ മുൻ മന്ത്രി കൂടിയായ ശിവൻകുട്ടിക്ക് എല്ലാം മതിയായി. അല്ലെങ്കിൽ സത്യത്തിൽ വലിയ ആളാകാൻ ചെയ്തതാണ് എങ്കിലും സംഗതി വെളുക്കാൻ തേച്ചത് പാണ്ടായി എന്ന് പറഞ്ഞതുപോലെയായി. അതുകൊണ്ട് CPM ഇനിയും എങ്ങനെയൊക്കെ തിരിച്ചു വരണം എന്നത് ആദ്യം മുതൽ നേതാക്കളും അവർ ഇളക്കിവിടുന്ന അണികളും പഠിക്കേണ്ടതുണ്ട്. ഇല്ലെങ്കിൽ CPM എന്ന പ്രസ്ഥാനം എന്നേക്കുമായിട്ട് അവസാനിച്ചിരിക്കും. നോക്കൂ, ഒറ്റ ദിവസം കൊണ്ട് പിണറായിയുടെ മകളെ ചോദ്യം ചെയ്യാൻ വന്ന ED ഉദ്യോഗസ്ഥരെ കയ്യേറ്റം ചെയ്യാൻ വേണ്ടി ഒരു പറ്റം അണികളാണ് റോഡ് കയറി ഇറങ്ങി EDയുടെ വാഹനം തല്ലിപ്പൊളിച്ചത്. എന്നാൽ സഖാവ് പിണറായി വിജയന് വേണ്ടിയല്ല തങ്ങൾ ഇത് ചെയ്തത് എന്നും പകരം പാർട്ടിയിൽ അംഗത്വം പോലും എടുക്കാത്ത വീണ വിജയന് വേണ്ടിയാണ് എന്ന് പിന്നീടാണ് പാവപ്പെട്ട അണികൾ തിരിച്ചറിഞ്ഞത്. അപ്പോഴേക്കും പക്ഷേ കണക്ക് കൂട്ടി FIR ഇട്ട് പോലീസ് അവർക്ക് മുന്നിൽ ജയിലറ തുറന്നിരുന്നു. എന്തായാലും അവിടെ തങ്ങൾക്ക് വേണ്ടി അടിമപ്പണി എടുത്ത സഖാക്കളുടെ വീട്ടിലേക്ക് അവരുടെ കുടുംബത്തെ ആശ്വസിപ്പിക്കാൻ വേണ്ടിയിട്ട് ശിവൻകുട്ടി പോവുകയും വീട്ടുകാരുമൊത്ത് ചിത്രം പങ്കുവെക്കുകയും ചെയ്തിരുന്നു. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ വസതിയിൽ റെയ്ഡ് കഴിഞ്ഞ് മടങ്ങിയ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഉദ്യോഗസ്ഥരെ ആക്രമിച്ച കേസിൽ റിമാൻഡിലായ CPM പ്രവർത്തകരുടെ വീടുകൾ മുൻ മന്ത്രി സന്ദർശിച്ചതിന് പിന്നാലെയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഈ ചിത്രങ്ങൾ വലിയ ചർച്ചയായി മാറിയിരിക്കുന്നത്. ജയിലിൽ കഴിയുന്ന പ്രവർത്തകരുടെ കുടുംബാംഗങ്ങളെ ആശ്വസിപ്പിക്കുന്നതിന് വേണ്ടി അദ്ദേഹം നടത്തിയ സന്ദർശനത്തിന്റെ ചിത്രങ്ങൾ സ്വന്തം ഔദ്യോഗിക ഫേസ്ബുക്ക് പേജിലൂടെ പുറത്തുവിട്ടതോടെയാണ് സോഷ്യൽ മീഡിയയിൽ CPM നേതൃത്വത്തിനെതിരെ കടുത്ത ജനരോക്ഷവും വിമർശനങ്ങളും ഉയർന്നു കേട്ടത്. ശിവൻകുട്ടി പങ്കുവച്ച ചിത്രങ്ങളിലെ ഒരു സഖാവിന്റെ വീടിന്റെ അങ്ങേയറ്റം ദയനീയവും ശോചനീയവുമായിട്ടുള്ള അവസ്ഥയാണ് ഇപ്പോൾ വലിയ തോതിലുള്ള ചർച്ചകൾക്ക് വഴിവെച്ചിരിക്കുന്നത്. ഇതിന് താഴെയാണ് കുടുംബത്തിന്റെ സാമ്പത്തിക സ്ഥിതി വ്യക്തമാക്കുന്നതാണ് വീടിന്റെ ഫോട്ടോ എന്നും നേതാക്കളുടെ മക്കളെല്ലാം സുരക്ഷിതരാണ് എന്നുമുള്ള രൂക്ഷമായ കമന്റുകൾ ഉയർന്നത്. അന്വേഷണ ഏജൻസികൾക്കെതിരെ ആർക്ക് വേണ്ടിയാണോ ഈ അണികൾ തെരുവിലിറങ്ങി കടുത്ത ആക്രമണം നടത്തിയത്, ആ നേതാക്കളും അവരുടെ മക്കളും വൻകിട സൗകര്യങ്ങളോടെ AC റൂമുകളിലും AC കാറുകളിലും സുഖലോലുപതിയിൽ ജീവിക്കുമ്പോൾ പാർട്ടിക്ക് വേണ്ടി കേസുകളിൽ പെടുന്ന സാധാരണ അണികളുടെ ലൈഫ് സ്റ്റൈൽ എത്രത്തോളം ദരിദ്രവും കഷ്ടപ്പാടുകൾ നിറഞ്ഞതുമാണെന്നതിന്റെ നാർചിത്രമാണ് ഈ ഫോട്ടോകൾ വെളിപ്പെടുത്തുന്നത്. രാഷ്ട്രീയ നേതൃത്വത്തിന്റെ വാക്കുകൾ വിശ്വസിച്ച ആക്രമണത്തിനിറങ്ങിയിരിക്കുന്ന അണികൾക്കൊടുവിൽ ലഭിക്കുന്നത് ജയിൽവാസവും ദുരിതപൂർണവുമായ ജീവിതമാണെന്ന യാഥാർത്ഥ്യം സോഷ്യൽ മീഡിയയിലെ കമന്റുകളിലൂടെ ജനങ്ങൾ ഏറ്റെടുത്തു കഴിഞ്ഞു. അതിദരിദ്രരില്ലാത്ത സംസ്ഥാനമായി കേരളത്തെ പ്രഖ്യാപിച്ച CPM നേതൃത്വം സ്വന്തം പാർട്ടി സഖാക്കളുടെയെങ്കിലും യഥാർത്ഥ ജീവിതാവസ്ഥ ഒന്ന് പരിശോധിക്കണമായിരുന്നുവെന്ന് പൊതുജനം ഇപ്പോൾ പരിഹസിക്കുന്നു. നേതാക്കൾക്കായി തെരുവിൽ മരിക്കാനും പോലീസിന്റെ മുന്നിൽ ധീരത കാണിക്കാനും ഇറങ്ങും മുൻപ് സ്വന്തം കുടുംബത്തെക്കുറിച്ചും തങ്ങളെ ജനിപ്പിച്ച മാതാപിതാക്കളുടെയും മക്കളുടെയും ഭാര്യയുടെയും ഭാവിയെക്കുറിച്ചും അണികൾ ഒരു വട്ടമെങ്കിലും ചിന്തിക്കണമെന്ന അഭ്യർത്ഥനകളാണ് ചിത്രങ്ങൾക്ക് താഴെ ഉയരുന്നത്. സാധാരണക്കാരായ അണികൾ ജയിലിലായാൽ ഒരു നേതാവിനും അവരുടെ കുടുംബത്തിന്റെ കാര്യത്തിൽ ഒരു ഉത്തരവാദിത്വവും ഉണ്ടാകില്ല എന്നും അവരുടെ അഭാവത്തിൽ ആകെ കൂടി ആ വീട് പാർട്ടി ഓഫീസാക്കി മാറ്റുക എന്നതിനപ്പുറം ഒരു സഹായവും നേതാക്കൾ ചെയ്യാറില്ല എന്നും വിമർശകർ കുറ്റപ്പെടുത്തുന്നു. ഒരു രാഷ്ട്രീയ നേതാവിന്റെയോ വലിയ സഖാവിന്റെയോ മക്കൾ ഇത്തരം ഒരു പ്രശ്നങ്ങൾക്കും പോകില്ല എന്നും അവരെ അതിനുവേണ്ടി ആരും പ്രോത്സാഹിപ്പിക്കാറില്ല എന്നും സോഷ്യൽ മീഡിയ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. രാഷ്ട്രീയക്കാർ പാവപ്പെട്ട അണികളെ വെറും കളിപ്പാവുകളാക്കി കുരുതി കൊടുക്കുകയാണെന്നും വീടിന്റെ ദയനീയ അവസ്ഥ കാണുമ്പോൾ ഇതിനേക്കാൾ നല്ല വൃത്തിയും ഭക്ഷണവും ജയിലിൽ തന്നെയാണ് ലഭിക്കുകയെന്നും കടുത്ത ഭാഷയിൽ ആളുകൾ പ്രതികരിക്കുന്നുമുണ്ട്. കേസിലെ പ്രതികളുടെ ജാമ്യാപേക്ഷ കഴിഞ്ഞ ദിവസം കോടതി പൂർണ്ണമായിട്ടും തള്ളിയിരുന്നു. പോലീസ് സ്റ്റേഷൻ ആക്രമിച്ച പ്രതികളെ പുറത്തിറക്കിക്കൊണ്ട് വരുന്നത് പോലെയല്ല കേന്ദ്ര ഏജൻസിയായ EDയുടെ കേസിൽ ജയിലിലാകുന്നത് എന്ന യാഥാർത്ഥ്യം മനസ്സിലാക്കാതെയാണ് സഖാക്കൾ ആക്രമണത്തിന് മുതിർന്നത്. തികച്ചും ആസൂത്രിതമായ രാഷ്ട്രീയ ആക്രമണമാണ് ED ഉദ്യോഗസ്ഥർക്ക് നേരെ നടന്നത് എന്ന് നിരീക്ഷിച്ചുകൊണ്ടാണ് കോടതി പ്രതികളുടെ ജാമ്യം നിഷേധിച്ചത്. കലാപത്തിന് ആഹ്വാനം ചെയ്ത സാധാരണക്കാരായ പാവപ്പെട്ട കുട്ടികളെ ഇളക്കിവിട്ട നേതാക്കൾക്കോ അവരുടെ മക്കൾക്കോ യാതൊരുവിധ ആപത്തും വരാനില്ല എന്നും ഒടുവിൽ ദരിദ്രരായ കുടുംബങ്ങൾക്ക് മാത്രമാണ് ഇതിന്റെയെല്ലാം ദുരിതം അനുഭവിക്കേണ്ടി വരുന്നതെന്നും വ്യക്തമാക്കുന്നതാണ് പുറത്തുവന്ന ചിത്രങ്ങളെന്ന് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നു. എന്തായാലും ശിവൻകുട്ടിയുടെ ഫേസ്ബുക്ക് പോസ്റ്റ് പാർട്ടി നേതൃത്വത്തിന് എതിരെ കടുത്ത വിമർശനത്തിനും നാണക്കേടിനും വഴിവെച്ചിരിക്കുകയാണ്.